ആ പ്രിയമുള്ളവരെ, ഇന്ന് സ്റ്റാൻഡേർഡ് 7 മാത്സ് ചാപ്റ്റർ 3 ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യുന്നത്. പാർട്ട് 2 ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. കമ്പ്യൂട്ട് 9 എന്നാണ് പറഞ്ഞിരുന്നത്. അത് കണ്ടുപിടിക്കാനാണ് 99 സ്ക്വയർ. 99 സ്ക്വയർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ 99 നമ്മളൊന്ന് വേറൊരു രീതിയിൽ എഴുതും. അതായത് 99 എന്ന് പറയുന്നത് 100നോട് ഏറ്റവും അടുത്ത് ഇരിക്കുന്ന സംഖ്യയാണ്. അല്പം കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ 100ൽ നിന്ന് 1 കുറച്ചാൽ നമുക്ക് 99 കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം, 100ൽ നിന്ന് 1 കുറക്കാം. അപ്പോൾ അതായത് നിങ്ങൾ നോക്കേണ്ട, 100ൽ നിന്ന് 1 കുറച്ചാൽ 99 അല്ലേ. അപ്പോൾ 99 നമ്മൾ ഇതെഴുതി, ഇങ്ങനെ ഈ രീതിയിൽ എഴുതി അതിൻ്റെ സ്ക്വയർ നമ്മൾ എടുത്തു. ഓക്കെ, അപ്പോൾ ഇനി സ്ക്വയർ എടുക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. 100ൻ്റെ സ്ക്വയർ ആദ്യം നമ്മൾ എടുക്കും. ഓക്കെ, നമ്മൾ ഫോർമുല ഒന്നും ഇപ്പോൾ തൽക്കാലം പറയുന്നില്ല. 100ൻ്റെ സ്ക്വയർ ആദ്യം എടുത്ത്, എന്നിട്ട് ഈ മൈനസ് ചിഹ്നം കണ്ടോ, അത് നമ്മൾ ഇവിടെ ഇട്ട്, ദേ 2 കണ്ടോ, അത് നമ്മൾ എഴുതി, ദേ 100 കണ്ടോ, അത് നമ്മൾ എഴുതി, ഈ 1 കണ്ടോ, അത് നമ്മൾ എഴുതി. എന്നിട്ട് ഇവയെല്ലാം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും, ചിഹ്നം വിട്ട്. എന്നിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബ്രാക്കറ്റിലിട്ട്. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ മൈനസ് ആണ്. കാരണം ഇവിടെ മൈനസ് വന്നതുകൊണ്ടാണ് ഇവിടെ മൈനസ് ഇട്ടത്. അടുത്തത് നമ്മളെപ്പോഴും പ്ലസ് ആയിരിക്കും ഇടുക. പ്ലസ് ദേ 1ൻ്റെ സ്ക്വയർ. അത്രയും ക്ലിയർ അല്ലേ. 100ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ദേ 1ൻ്റെ സ്ക്വയർ ആദ്യം എടുക്കുക. 1ൻ്റെ സ്ക്വയർ 1 തന്നെയല്ലേ. ഇവിടെ 2 പൂജ്യമില്ലേ. സ്ക്വയർ എടുക്കുമ്പോൾ 4 പൂജ്യമായിട്ട് മാറും. അപ്പോൾ 2 പൂജ്യമല്ല, ഇവിടെ നമുക്ക് 4 പൂജ്യം ഇടുക. അപ്പോൾ 100ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 10,000 ആണ്. മൈനസ് ഇട്ട് 2 × 100 × 1 എന്ന് പറയുന്നത് 200 അല്ലേ. മൾട്ടിപ്ലൈ ചെയ്താൽ 200 കിട്ടി. പ്ലസ് 1 സ്ക്വയർഡ് എന്ന് കിട്ടും. ഇനി 10,000-ൽ നിന്നും 200 നമുക്ക് കുറക്കണം. വേണ്ടേ? 10,000-ൽ നിന്ന് 200 കുറച്ചാൽ നമുക്ക് 9,800 കിട്ടുന്നത്. അതിൻ്റെ കൂടെ 1 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 9,801 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇത് കുറക്കുന്നത് വേണേൽ ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നോക്കണ്ടേ, 10,000 മൈനസ് ചെയ്യേണ്ടേ 200 അല്ലേ. മൈനസ് ചെയ്യേണ്ടത് 200. ഇത് നോക്കുക, 0-ൽ നിന്ന് 0 പോയാൽ 0, 0-ൽ നിന്ന് 0 കുറച്ചാൽ 0. ഇതിവിടെ 0ആണ്, ഇവിടെ 0ആണ്, ഇവിടെ 1 ആണ്. ഇത് ഈ 1 ഇങ്ങോട്ട് നമ്മൾ എടുത്താൽ ഇവിടെ അത് 10 ആയിട്ട് മാറും. 1 നമ്മൾ കൊടുക്കുന്നു, 10 ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ 1 ഇല്ല, ഇവിടെ എത്രയായിട്ട് മാറി? 0 ആയിട്ട് മാറി. ഇനി ഇവിടെ 10 ഇല്ലേ, അതൊന്ന് ഇങ്ങോട്ട് കൊടുക്കുമ്പോഴോ ഇത് 10 ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ ഇനി 10 ഉണ്ടോ? ഇല്ല, 9 ഉള്ളൂ. ഓക്കെ, 10-ൽ നിന്ന് 2 കുറച്ചാൽ നമുക്ക് 8 കിട്ടും. 9-ൽ നിന്ന് 0 കുറച്ചാൽ 9 കിട്ടും. അതായത് 9,800 കിട്ടും. അതിൻ്റെ കൂടെ 1ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1 തന്നെയല്ലേ. അത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 9,801 കിട്ടും. അതാണ് നമ്മുടെ ഈ ആൻസർ. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനോട്ട് പോയാൽ 48 ദ ഹോൾ സ്ക്വയർ അല്ലേ. 48 എന്ന് പറയുന്നത് 50നോട് അടുത്തുള്ള ഒരു നമ്പറാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 50-ൽ നിന്ന് 2 കുറച്ചാൽ 48 കിട്ടുമല്ലോ. നമുക്കതിനെ എങ്ങനെ എഴുതാം? 50-ൽ നിന്ന് 2 കുറക്കുക, അപ്പോൾ ഇത് 48 അല്ലേ. ഇതിൻ്റെ സ്ക്വയർ നമ്മൾ കാണും. ഓക്കെ, അതിനുവേണ്ടി ആദ്യം കാണുന്ന 50ൻ്റെ സ്ക്വയറാണ്. ഇത് ഈ മൈനസ് ചിഹ്നം നമ്മളിടും, ഇത് ഈ 2 നമ്മളെഴുതും, ഈ 50 നമ്മളെഴുതും, ഇത് ഈ 2 നമ്മളെഴുതും. ഇതിനിടയിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ്റെ സൈൻ ഇടും. ഇത്രയും എഴുതിയതിന് ശേഷം ഇത്രയും ബ്രാക്കറ്റിലിടും. പിന്നെ നമ്മളിടുന്നത് പ്ലസ്സാണ്. ശ്രദ്ധിക്കണം, ഇവിടെ മൈനസ് വന്നത് കൊണ്ടാണ് ഇവിടെ നമ്മൾ ഈ മൈനസിൻ്റെ സൈൻ ഇട്ടത്. ഇനിയുള്ളതെല്ലാം പ്ലസ്. പ്ലസ് ഈ 2 കണ്ടോ, ഈ 2ൻ്റെ സ്ക്വയർ നമ്മൾ കാണും. ഓക്കെ, ഈ 50ൻ്റെ സ്ക്വയർ കാണുവാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് 5ൻ്റെ സ്ക്വയർ. 5ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25 അല്ലേ. ഇവിടെ 1 പൂജ്യം കൊണ്ട് സ്ക്വയർ ആകുമ്പോൾ അത് 2 പൂജ്യമായിട്ട് മാറും. ചുരുക്കി പറഞ്ഞാൽ 50ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2,500 മൈനസ് ഇത് ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 0 ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ 5 ഉള്ളൂ. ഇപ്പോൾ 2 × 5 10, 10 × 2 20. നമ്മൾ ആ 20 എഴുതി, ഇത് ഈ ഒരു 0 കൂടെ എഴുതി. അപ്പോൾ ഇത് 200 മാറി. അതായത് 2 × 50 × 2 എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 200 എന്ന് കിട്ടും. ഒരു പ്ലസ് ചിഹ്നം കിട്ടും. 2ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. ക്ലിയർ അല്ലേ. ഇനി നമ്മൾ 2,500-ൽ നിന്നും 200 കുറക്കുക. നമുക്കൊന്ന് കുറച്ച് നോക്കാം. 2,500 മൈനസ് 200 അല്ലേ. കുറച്ച് കഴിഞ്ഞാൽ 0 0
5-ൽ നിന്ന് 2 കുറച്ചാൽ 3, 2, 2300 എന്ന് കിട്ടും. അതിൻ്റെ കൂടെ ഇവിടെ ഒരു 4 ഉണ്ട്, അത് കൂട്ടണം. അത് കൂട്ടിക്കഴിഞ്ഞാൽ 4, 0, 3, 2. നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 2304. ഓക്കെ, ഇതിവിടെയൊക്കെ ഞാനൊന്ന് വരയിട്ടേക്കാം. ഓക്കെ, അടുത്ത 97ൻ്റെ സ്ക്വയർ. നമുക്കറിയാം 97 എന്ന് പറയുന്നത് 100-നോട് ചേർന്ന് നിൽക്കുന്ന സംഖ്യയല്ലേ. അതായത് 100-ൽ നിന്ന് 3 കുറച്ചാൽ 97 കിട്ടും. നമുക്ക് എഴുതാം 100-ൽ നിന്ന് 3 കുറച്ചാൽ 100 - 3 അല്ലേ, നമുക്ക് 97 കിട്ടും. അതിൻ്റെ സ്ക്വയർ നമ്മൾ കാണാൻ പോകുന്നു. ഓക്കെ, ആദ്യം നമ്മൾ 100ൻ്റെ സ്ക്വയർ കാണും. 100ൻ്റെ സ്ക്വയർ, പിന്നെ നമ്മൾ ഈ മൈനസ് ചിഹ്നം ഇടും. ഓക്കെ, പിന്നെ നമ്മൾ ഈ 2 എഴുതും. ഓക്കെ, പിന്നെ നമ്മൾ ഈ 100 എഴുതും. ഓക്കെ, പിന്നെ നമ്മൾ ഈ 3 എഴുതും. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ്റെ സൈൻ ഇടും. എന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ബ്രാക്കറ്റിലിടും. അടുത്ത പ്ലസ് ഇട്ട് ഈ നമ്പറിൻ്റെ 3ൻ്റെ സ്ക്വയർ നമ്മൾ കാണും. ക്ലിയർ? ഇനി 100ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടതാണ്, അത് 10,000 മൈനസ് ഇവയെ തമ്മിൽ 2/100 എന്ന് പറഞ്ഞാൽ 200 200/3 എന്ന് പറയുന്നത് 600 പ്ലസ് 3ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9. ഇനി 10,000-ൽ നിന്ന് 600 കുറക്കണം. നമുക്ക് കുറച്ച് നോക്കാം. 10,000 മൈനസ് 600 അല്ലേ, 0, 0. ഇത് ഇവിടെ 1 ഇങ്ങോട്ട് മാറുമ്പോൾ ഇത് 10 മാറും. അപ്പോൾ ഇവിടെ 1 ഇല്ല, ഇത് 0 ഉള്ളൂ. 10 ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇത് 9 മാറും. അപ്പോൾ ഇവിടെ 10 ഇല്ല, ഇവിടെ 9 ഉള്ളൂ. ഓക്കെ, 9-ൽ നിന്ന് 6 പോയാൽ അല്ല, ഇവിടെ 10 നമുക്കുണ്ട് അല്ലേ. ഇവിടെ 1 കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് 10 ഉണ്ട്. 10-ൽ നിന്ന് 6 പോയാൽ 4, ഇവിടെ 9 ഉള്ളൂ. 9 ഇവിടെ എഴുതും, ഇവിടെ 0 ഉള്ളൂ. അത് നമുക്ക് കിട്ടുന്നത് 9400. അതിൻ്റെ കൂടെ ഈ 9 കൂടെ നമുക്ക് കൂട്ടണം. കൂട്ടുമ്പോൾ നമുക്ക് 9 കൂടെ കൂട്ടിയാൽ നമുക്ക് 9049, അതായത് 9409 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങളുടെ 7ാം ക്ലാസ്സിൽ ഉള്ളതാണ്. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഓക്കേ.